UDF-ലെ ഇടതുപക്ഷ അനുഭാവമുള്ള കക്ഷികളെ ഏകോപിപ്പിച്ച് പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ PK ശശി. CMP, RMP എന്നീ പാർട്ടികൾക്കൊപ്പം പുതുതായി രൂപീകരിച്ച DMF-ഉം ചേർന്നുള്ള ഇടതുപക്ഷ ബദൽ പ്ലാറ്റ്ഫോമാണ് രൂപീകരിക്കുക. പാലക്കാട് കഴിഞ്ഞ ദിവസം ചേർന്ന DMF ജില്ലാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. CPIM-നെ മടുത്തു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി CPIM വേണ്ട എന്ന നിലപാടിലേക്ക് ഈ കേരളത്തിലെ മനുഷ്യൻ എത്തിയെങ്കിൽ ഇത് ഒരു പുനർവിചിന്തനത്തിന് രാജ്യത്തെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നത്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത് വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. UDF-നകത്തെ ശക്തമായ ഇടതുപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, PK ശശിയുടെ പുതിയ നീക്കം വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയും പാലക്കാട്ടെ ജില്ലാ നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ച പാർട്ടി വിട്ട PK ശശി പിന്നീട് CPM-ലെ അസംതൃപ്തരെ കൂടെ കൂട്ടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ PK ശശി UDF പിന്തുണയോടുകൂടി DMF-ന് സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിച്ചെങ്കിലും തോറ്റു. പക്ഷേ CPM-നെതിരായിട്ടുള്ള പോരാട്ടം തുടരും തന്നെയാണ് PK ശശി വ്യക്തമാക്കുന്നത്. ഇന്നലെ DMF-ന്റെ പാലക്കാട് ജില്ലാ കൗൺസിൽ ചേർന്നിരുന്നു. ഈ കൗൺസിലിന് ശേഷമാണ് ഇപ്പോൾ UDF-നകത്തെ ഇടതുപക്ഷ നിലപാടുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ പാർട്ടികളെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് PK ശശി കടന്നിരിക്കുന്നത്. CMP-യെയും RMP-യെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് DMF-നെ എല്ലാം കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിക്കാനാണ് PK ശശിയുടെ തീരുമാനം. UDF-നെ മന്ത്രിസഭാ രൂപീകരണ യോഗങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ CP ജോണുമായും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള V കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദൻ അതുപോലെ തന്നെ KK രമ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും ചർച്ച നടത്തി ഈ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാനാണ് PK ശശി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയം നിലനിൽക്കുന്നതിന് വേണ്ടി, സംസ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം താൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് PK ശശി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും PK ശശി ഉൾപ്പെടെയുള്ള ഈ വിമത നേതാക്കളുടെ ഈ സാന്നിധ്യം അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ രീതിയിൽ തലവേദനയും തിരിച്ചടിയുമായതാണ്. ഏതായാലും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിമത നേതാക്കളുടെ ഈ പുതിയ നീക്കവും കൃത്യമായി തന്നെ നിരീക്ഷിക്കാനാണ് CPIM-ന്റെ തീരുമാനം. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.